ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വിവാഹമോചനത്തിന് സൈൻ ചെയ്തിട്ട് കരയുന്ന എന്തിനാ? വികാരം കൊണ്ട് എടുക്കേണ്ട തീരുമാനം അല്ല ഋതികേത്, മനസ്സിലായോ? വിവേകത്തോടെ ആലോചിച്ചിട്ട് വേണം ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ. ഭർത്താവിന്റെ ഇമ്മോറൽ ആക്ടിവിറ്റീസ് ഒക്കെ ഭാര്യ അറിയിക്കണമെന്ന് എനിക്ക് ഒരു ആഗ്രഹവും ഇല്ല. മനുഷ്യരല്ലേ, കൺട്രോൾ കയ്യിൽ നിന്ന് പോയാ എല്ലാം പറഞ്ഞു പോവും. ഇക്കാര്യം ഞാനും അറിഞ്ഞതാ. അത് ശരി. അപ്പൊ നിങ്ങളും കൂടി അനുവദിച്ചു കൊടുത്തിട്ടാണല്ലേ അവൻ ഈ പരസ്ത്രീ ബന്ധമൊക്കെ നടത്തുന്നത്? ഒരു ഭാര്യ എന്ന നിലയില് നിങ്ങളുടെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ? മര്യാദയ്ക്ക് സംസാരിക്കണം. ഞാൻ മര്യാദയ്ക്ക് തന്നെയാ സംസാരിക്കുന്നത്. നിങ്ങളെ കൊള്ളാഞ്ഞിട്ടാണല്ലോ അവ മറ്റു സ്ത്രീകളെ തിരക്കി പോകുന്നത്. എന്റെ പെങ്ങളെ ചതിക്കാനാണ് ഭാവമെങ്കില് അവൻ വിവരം അറിയും. ഇനി ഇവളെ കല്യാണം കഴിച്ചില്ലെങ്കിൽ അവന്റെ പണിക്കുറ്റം ഞാൻ തീർക്കും. അത് ഈ നടന്നതിലൊന്നും എനിക്ക് യാതൊരു പങ്കുമില്ല. ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടുള്ളതല്ല. എന്റെ ഭർത്താവ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീയുടെ സഹോദരൻ എന്ന നിലയില് നിങ്ങൾക്ക് എന്ത് ശിക്ഷയും നൽകാം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇക്കാര്യത്തിൽ ഞാൻ നിരപരാധിയാ. എന്നെ മാനസികമായിട്ട് വിഷമിപ്പിക്കാതെ ദയവായി നിങ്ങൾ ഇവിടെ നിന്ന് പോണം. ആ റാസ്കലിനെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിന് നിങ്ങളുടെ അനുവാദമൊന്നും എനിക്ക് ആവശ്യമില്ല. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അവന്റെ ജീവനില്ലാത്ത ശരീരം ഈ സിറ്റിയിലെ ഏതെങ്കിലും ഒരു മൂലയിൽ കാണും. ഓർമ്മിച്ചോ? എന്റെ രാജുവിനൊന്നും ചെയ്യല്ല ഏട്ടാ. അവൻ എന്റെ ഭർത്താവ്, എന്റെ എല്ലാമാ. രാജുവിന്റെ ജീവിതത്തിൽ നിന്ന് കുട്ടിയൊന്ന് മാറി തരണം. അവളൊരു രാജു. ഇങ്ങോട്ട് വാടി. എന്റെ ദൈവമേ, എന്നൊന്ന് കൊന്നുതരൂ. എന്തായി? എല്ലാം സക്സസ്. അവള് വരട്ടിയോ? വരട്ടിയോന്നോ? അവള് പേടിച്ച് വിറച്ചുപോയി. എന്തായാലും ദീപക് സാറിന്റെ പ്ലാൻ വർക്കൗട്ടായി. 100% സക്സസ്. അവൾ ആകെ തകർന്നുപോയി. ആ വീഡിയോ സാറിനെ കാണിക്കടാ. ഓ, ഞാനത് മറന്നുപോയി. ദാ. ഈ നടന്നതിലൊന്നും എനിക്ക് യാതൊരു പങ്കുമില്ല. ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടുള്ളതല്ല. യെസ്, വെരി ഗുഡ്. ഇതും കൂടി കേട്ട അവന്റെ തലയിൽ നിന്ന് കിളി പറക്കും. ഇത്രയ്ക്ക് ഗംഭീരമായിട്ട് നിങ്ങൾ ചെയ്തു ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. കൺഗ്രാചുലേഷൻസ്. താങ്ക് യു സർ. ഇനി എന്താ ചെയ്യേണ്ടെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. ഒന്നും വേണ്ട, ഞങ്ങൾ ഏറ്റു. പറഞ്ഞുറപ്പിച്ച എമൗണ്ടിന്ന് പകുതി ഫണ്ട് തന്റെ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞു. ബാക്കി പണി കഴിഞ്ഞിട്ട്. ആ, അപ്പൊ ഓക്കെ. ഓക്കെ. ഋതിക, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? എന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു ഡിവോഴ്സിന്റെ ആവശ്യമെന്ന്? എനിക്കതിന് വലിയ പ്രയാസമുണ്ട് ആശേ. പക്ഷെ എനിക്കിപ്പോ ഈ ഡിവോഴ്സ് കൂടിയേ തീരൂ. മാരേജ് കഴിഞ്ഞിട്ട് മാസങ്ങളിലേ ആയിട്ടുള്ളൂ.
പ്രണയ വിവാഹമായിരുന്നു. അതും ഋതിക മുൻകൈ എടുത്ത് നടത്തിയ വിവാഹം. എന്നിട്ടും ഋതിക ഡിവോഴ്സിന് ശ്രമിക്കുന്നു. എന്താണ് നിങ്ങൾ തമ്മിലുള്ള കാതലായ പ്രോബ്ലം? പ്രോബ്ലംസ് പലതും ഉണ്ട് ആശേ. എനിക്ക് രാജുവായി പൊരുത്തപ്പെട്ടു പോവാൻ ഒരിക്കലും സാധിക്കില്ല. പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിൽ നിന്നെടുത്ത തീരുമാനമാണോ? അതാണ് എനിക്കറിയേണ്ടത്. അല്ല ആശേ, ഒരിക്കലും അല്ല. രാജുവിന്റെ ക്യാരക്ടർ എന്താ, വളരെ മോശമാണോ? അതോ ഋതികയോടുള്ള പെരുമാറ്റം ഋതികയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ? രാജുവിന് മദ്യപാനശീലം വല്ലതും? അതോ ഇമ്മോറലായ വല്ല ഏർപ്പാടുകളും? ഞാൻ ഒത്തിരി സ്നേഹിച്ചു പോയ ആളാ രാജു. അതുകൊണ്ട് അയാളെക്കുറിച്ച് കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത്. പക്ഷേ കോടതിയിലെല്ലാം പറയേണ്ടി വരും, അല്ലാതെ ഡിവോഴ്സ് ഒന്നും കിട്ടില്ല. എനിക്കിത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആശേ. എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക് ആശ. ആ ഡിവോഴ്സ് പെറ്റീഷന്റെ പേപ്പർ ഇങ്ങത്താ. ദാ. വിവാഹമോചനത്തിന് സൈൻ ചെയ്തിട്ട് കരയുന്ന എന്തിനാ? വികാരം കൊണ്ട് എടുക്കേണ്ട തീരുമാനം അല്ല ഋതിക ഇത്, മനസ്സിലായോ? വിവേകത്തോടെ ആലോചിച്ചിട്ട് വേണം ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ. ഞാൻ വളരെ വിവേകത്തോടെ എടുത്ത തീരുമാനമായത്. ഒത്തിരി ഞാൻ ആലോചിച്ചു. പെട്ടെന്നുള്ള ദേഷ്യത്തില് ആഴമുള്ള കിണറ്റിലേക്ക് ചാടുന്നതിന് തുല്യമാണിത്. ചാടിക്കഴിഞ്ഞ കയറാൻ വലിയ പ്രയാസമായിരിക്കും. ഒരുമിച്ചുള്ളൊരു തീരുമാനമാണെങ്കിൽ ഡിവോഴ്സ് കിട്ടാൻ എളുപ്പമായിരിക്കും. അങ്ങനാണെങ്കിൽ രാജുവിനെ കൊണ്ട് ഇതിൽ സൈൻ ചെയ്യിക്കേണ്ടി വരും. എന്തു പറയുന്നു? ഇല്ല, അതൊന്നും നടക്കില്ല. അതൊന്നും വേണ്ട ആശേ.